2044 2100 എന്നാണ് ഭൂമിയിലെ എണ്ണ നിക്ഷേപത്തിന്റെ അവസാന ബാരലും കുഴിച്ചെടുക്കുക? എന്നാണ് അവസാന തുള്ളിയും കത്തിത്തീരുക? കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ലോകം ആ ചോദ്യത്തിന് പിന്നാലെയാണ്. പരമാവധി 20 വർഷം കൂടി കുഴിച്ചെടുക്കാനുള്ള എണ്ണയെ ഭൂമിയിലുള്ളൂ എന്ന് ഒരു കൂട്ടർ തെളിവുകളും ഡാറ്റയും നിരത്തി വാദിക്കുമ്പോൾ, മറുപക്ഷം പറയുന്നത് 75 വർഷം കൂടി പെട്രോളിയം എണ്ണ മനുഷ്യ പുരോഗതിയുടെ ആണിക്കല്ലായി ഉണ്ടാകുമെന്നാണ്. ഏതാണ് യാഥാർത്ഥ്യം? ക്രൂഡ് ഓയിൽ സൂര്യപ്രകാശമോ കാറ്റോ പോലെ പുനരുപയോഗിക്കാനാവില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന പുരാതന പ്ലവകങ്ങളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ട പാറക്കെട്ടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പരിമിത അളവിൽ മാത്രമുള്ള നിധിയാണത്. നാം കുഴിച്ചെടുത്ത് കത്തിച്ചു കളയുന്ന ഓരോ ബാരലും എന്നേക്കുമായി നഷ്ടപ്പെടുന്നുവെന്നാണ് ഇതിനർത്ഥം. ഭൂമി ഗർഭം ധരിച്ചിരിക്കുന്ന ഓരോ തുള്ളി എണ്ണയും മനുഷ്യനുണ്ടാകുന്നതിനും വളരെ മുൻപ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. അതിന്റെ പകുതിയിലധികം കഴിഞ്ഞ 1 നൂറ്റാണ്ടിനുള്ളിൽ നമ്മൾ കത്തിച്ചു തീർത്തു കഴിഞ്ഞു. അവിടെയാണ് 2044 എന്ന വർഷം ഞെട്ടിക്കുന്നൊരു ഓർമ്മപ്പെടുത്തലായി മുന്നിലുള്ളത്. അപ്പോഴും ഭൂമിയിലെ എണ്ണ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് തീർന്നു പോകുന്നുവെന്നല്ല അതിനർത്ഥം. അത് എണ്ണ തീർന്ന് മുനിഞ്ഞു കത്തുന്ന ഒരു വിളക്ക് പോലെ പതിയെ അവസാനിക്കുന്നു. 2044 വെറുമൊരു തിയറിയല്ല, കൗണ്ട് ഡൗൺ ആണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ 2 വാദങ്ങളും കേൾക്കുന്നു. 2044 എണ്ണ തീരുമെന്ന് പറയുന്നവരെയും 2100 ഇത് സംഭവിക്കുന്നുവെന്ന് വാദിക്കുന്നവരെയും. 2 കൂട്ടരെയും കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമുള്ളതല്ല, യുക്തിയുള്ളത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. എണ്ണ എന്ന പേര് സ്വന്തം സ്വത്വത്തോട് ചേർത്തിട്ടുള്ള സൗദി അറേബ്യയുടെ ഉദാഹരണത്തിലാണ് ലാസ്റ്റ് ബാരൽ ഓഫ് 2044 വാദത്തെ അനുകൂലിക്കുന്നവർ ആരംഭിക്കുക. പതിറ്റാണ്ടുകളായി ആഗോള എണ്ണ ശേഖരത്തിന്റെ 15% കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സൗദി ലോകത്തിന്റെ ഊർജ്ജ തലസ്ഥാനമായി തുടരുന്നു. 1950കൾ മുതൽ പ്രസിദ്ധമായ ഖവാർ ഓയിൽ ഫീൽഡിൽ നിന്ന് മാത്രം 7000 കോടി ബാരലിലധികം എണ്ണ സൗദി അറേബ്യ കുഴിച്ചെടുത്തു. തങ്ങളുടെ തടസ്സമില്ലാത്ത ഉൽപ്പാദനം സൗദി നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് വലിയ വില നൽകേണ്ടിയും വരുന്നു. സത്യത്തിൽ ഖവാർ ഫീൽഡിലെ സ്വാഭാവികമായി കുഴിച്ചെടുക്കാവുന്ന എണ്ണ 2014 തന്നെ അവസാനിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും സൗദി എങ്ങനെയാണ് ഇവിടെ നിന്നും ഇപ്പോഴും എണ്ണ പമ്പ് ചെയ്യുന്നത്? അതാണ് റിക്കവറി സീലിംഗ് അഥവാ പരിധിയില്ലാത്ത എക്സ്ട്രാക്ഷൻ എന്ന മിഥ്യ. അതായത് ഒരു ഫീൽഡ് വറ്റി തുടങ്ങുമ്പോഴും അതിൽ നിന്ന് കുറച്ചുകൂടി എണ്ണ പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. എണ്ണക്കിണറുകളുടെ ടെറിട്ടറിയിലെ പാറകളിലും ഭൗമാന്തരഭാഗത്തെ ചെളിയിലും കുടുങ്ങിക്കിടക്കുന്ന എണ്ണ പരമാവധി ഊറ്റിയെടുക്കാൻ പെട്രോളിയം കമ്പനികൾ സെക്കൻഡറി റിക്കവറി ടെക്നോളജി ഉപയോഗിക്കുന്നു. വെള്ളമോ കെമിക്കൽ വാതകങ്ങളോ കാർബൺ ഡൈ ഓക്സൈഡോ എണ്ണക്കിണറിലേക്ക് ശക്തിയായി പമ്പ് ചെയ്താണ് ബാക്കിയുള്ള എണ്ണ പുറത്തെടുക്കുക. ഇതിന് വലിയ തോതിൽ താപനിലയും ആവശ്യമാണ്, പരിസ്ഥിതി നാശത്തിനുള്ള ഒരു കോക്ടെയിൽ. ഇത്തരം ടെറിഷറി റിക്കവറി വഴി സൗദി അറേബ്യ എണ്ണ ഊറ്റുന്നതിനെതിരെ ഗ്രീൻ പീസ് അടക്കമുള്ള സംഘടനകൾ നിരന്തര സമരത്തിലാണ്. പക്ഷേ അവരിത് ഇതുവരെ നിർത്തിയിട്ടില്ല. ഖവാറിൽ വിജയിച്ചതോടെ സൗദി അറേബ്യ തങ്ങളുടെ ഇടത്തരം ഫീൽഡുകളിലേക്ക് കൂടി സെക്കൻഡറി റിക്കവറി വ്യാപിപ്പിച്ചു. എന്നാൽ അവിടെ അത് ഫലപ്രദമായില്ല. കാരണം ഭൗമാന്തർഭാഗത്തെ എല്ലാത്തരം പാറകളും ഇതിനോട് സഹകരിക്കണമെന്നില്ല. മിക്ക എണ്ണ റിസർവോയറുകളും ഏറ്റവും നൂതനമായ റിക്കവറി ടെക്നിക്കുകൾക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്തത്ര കടുപ്പത്തിലോ ആഴത്തിലോ ഫ്രാക്ചേർഡായോ ആണുള്ളത്. തേൻ നിറച്ച ഒരു സ്പോഞ്ച് സങ്കല്പിക്കുക. നിങ്ങൾക്ക് അതിൽ അമർത്തുകയോ തിരിക്കുകയോ ചൂടാക്കുകയോ ചെയ്യാം. പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു തുള്ളി തേൻ എപ്പോഴും അതിൽ അവശേഷിക്കും. അതാണ് ജിയോളജിയും ചെയ്യുന്നത്. മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് പോലും സൗദിയിലെ പരമ്പരാഗത ഫീൽഡുകൾക്ക് റിക്കവറി ഫാക്ടറികൾ പലപ്പോഴും 30 മുതൽ 50% വരെ മാത്രമേ വിജയിക്കുന്നുള്ളൂ. ഊറ്റിപ്പിഴിയൽ നടക്കുന്നില്ല. അതോടൊപ്പം സെക്കൻഡറി എക്സ്ട്രാക്ഷന് ഭീമമായ ചിലവും വരും. ഊറ്റിയെടുക്കൽ ലാഭകരമല്ലാതായതോടെ സൗദി ഈ രീതി വ്യാപിപ്പിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഇത് എഴുതുന്ന ദിവസവും സൗദി അരാംകോയ്ക്ക് 26,000 കോടി ബാരൽ എണ്ണ കരുതൽ ശേഖരമുണ്ടെന്നത് ശരിയാണ്. എന്നിട്ടും വറ്റുന്ന എണ്ണക്കിണറുകൾ പ്രതിരോധിക്കാൻ അത് പോരാതെ വരുന്നു. സൗദിയിലെ എണ്ണ നാളെ കഴിഞ്ഞ് അപ്രത്യക്ഷമാകും എന്നല്ല ഇതിനർത്ഥം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങൾ പോലും ദിനംപ്രതി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അറേബ്യ എമ്പാടും എണ്ണപ്പാടങ്ങളല്ലേ? സൗദിക്ക് പുതിയ എണ്ണ പര്യവേക്ഷണങ്ങളുമായി മുന്നോട്ട് പോയിക്കൂടെ എന്നെല്ലാം തോന്നാം. അതിനുള്ള ഉത്തരങ്ങൾ ഇനി പറയാനിരിക്കുന്ന കാര്യങ്ങൾ നൽകും. എണ്ണ എപ്പോഴാണ് തീർന്നു പോകുന്നത്? അതിനൊരു അന്തർദേശീയ മാനദണ്ഡമുണ്ട്. RP റേഷ്യോ എന്നാണ് പേര്. റിസർവ്സ് ടു പ്രൊഡക്ഷൻ റേഷ്യോ എന്ന് പൂർണ്ണരൂപം. നിലവിൽ ഭൂമിയിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ എണ്ണപ്പാടങ്ങളിലുമായി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള എണ്ണയുടെ അളവ് നാം ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കൊണ്ട് ഹരിച്ചാൽ എണ്ണ ഇനി എത്ര വർഷം നിലനിൽക്കും എന്നതിന്റെ ഏകദേശ കണക്ക് ലഭിക്കും. ഇന്ന് ലോകത്ത് ഏതാണ്ട് 1.6 ട്രില്യൺ ബാരൽ എണ്ണ ഭൂമിക്കടിയിൽ കുഴിച്ചെടുക്കാനായി ശേഷിക്കുന്നുണ്ട്. മനുഷ്യർ പ്രതിദിനം 95 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു വർഷം 3500 കോടി ബാരൽ എണ്ണ.
ലളിതമായി 1.6 ട്രില്യൺ എണ്ണയെ 3500 കോടി ബാരൽ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ഉത്തരം 45 വർഷം എന്നാണ്. അതായത് നമ്മൾ ഇതേ നിരക്കിൽ എണ്ണ ഉപയോഗിക്കുകയും പുതിയ ശേഖരങ്ങൾ കണ്ടെത്തുകയും ചെയ്തില്ലെങ്കിൽ 2070ഓടെ സാങ്കേതികമായി എണ്ണ തീർന്നു പോകും. 2070 തീരുകയുള്ളൂവെങ്കിൽ 2044 എന്ന മുന്നറിയിപ്പ് വർഷം എവിടെ നിന്ന് വന്നു? അത് പറയാം. എല്ലാ വർഷവും ഉപഭോഗം വർദ്ധിക്കുന്നു. സാങ്കേതികവിദ്യ ഈ കണക്കുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ചിലപ്പോൾ കണ്ടെത്തലുകളിലൂടെ പുതിയ ശേഖരം കൂട്ടിച്ചേർക്കുന്നു. ചില കിണറുകൾ വറ്റിപ്പോയി ഡ്രില്ലിംഗ് നിർത്തുന്നു. ചിലയിടത്ത് യുദ്ധമുണ്ടാകുന്നു, ഉൽപാദനം നടക്കുന്നില്ല. അവിടെ എണ്ണയുടെ കൺസ്യൂമർ ക്ലോക്കിലെ സൂചികൾ വേഗത്തിൽ കറങ്ങും. ഉദാഹരണത്തിന്, ലോകം അതിന്റെ വേഗത കുറയ്ക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. ഓരോ പുതിയ കാറും ഓരോ പുതിയ ജെറ്റും വളരുന്ന ഓരോ നഗരവും എണ്ണയുടെ ആവശ്യം വർദ്ധിപ്പിക്കും. 1950-ൽ മനുഷ്യവംശം പ്രതിദിനം ഏതാണ്ട് 10 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അത് പ്രതിദിനം 100 ദശലക്ഷം ബാരലിനടുത്താണ്. കേവലം 70 വർഷത്തിനുള്ളിൽ 10 ഇരട്ടി. ആ വേഗത തുടരുകയാണെങ്കിൽ 2044 അല്ല, 2035 പോലും അലാമിംഗ് ഇയർ ആണ്. പ്രതിവർഷം ചുരുങ്ങിയത് 2% നിരക്കിൽ ആവശ്യം വർദ്ധിക്കുകയാണെങ്കിൽ പോലും 2044 മുതൽ 2050 വരെയുള്ള വർഷങ്ങളിൽ നമ്മൾ ഡെഡ് ലൈൻ മറികടക്കുമെന്ന് പ്രവചിക്കുന്നത് ഒപെക് തന്നെയാണ്. ഇതിനർത്ഥം എണ്ണ പൂർണ്ണമായും ഇല്ലാതായി എന്നല്ല, മറിച്ച് ആഗോള ആവശ്യകത നിറവേറ്റാൻ ആവശ്യത്തിന് വില കുറഞ്ഞ എണ്ണയില്ല എന്നാണ്. വില കുതിച്ചുയരും, സമ്പദ് വ്യവസ്ഥകൾക്ക് കോട്ടം തട്ടും, ദൈനംദിന ജീവിതം കൂടുതൽ ചെലവേറിയതായി മാറും. അധികം താമസിയാതെ ഒരു ദിവസം കിണറുകൾ എന്നേക്കുമായി വറ്റിപ്പോകും. 1950കളിൽ എം കിങ് ഹെർബർട്ട് എന്ന ഭൗമശാസ്ത്രജ്ഞൻ ധീരമായ ഒരു പ്രവചനം നടത്തി. USA എണ്ണ ഉൽപാദനം 1970ഓടെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഏതാണ്ട് കൃത്യമായി സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു വെച്ചു: ആഗോള എണ്ണ ഉൽപാദനം ഒരു ബെൽ കർവാണെന്ന്. ഉൽപാദനം ഉയരുന്നു, കൊടുമുടിയിലെത്തുന്നു, പിന്നെ കുറയുന്നു. ഹെർബർട്ടിന്റെ കർവിൽ 2028ആണ് കൊടുമുടി. അവിടെ നിന്ന് കുത്തനെയൊരു ഇറക്കമാണ്. പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ വേഗത്തിൽ പഴയവയിൽ എണ്ണ തീർന്നു പോകുന്നതിനാൽ ഉൽപാദനം സ്വാഭാവികമായി കുറയാൻ തുടങ്ങും. ഈ ബെൽക്കർവ് ശരിവെക്കുന്ന കാര്യങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെക്സിക്കോയിലെ കാൻഡറൽ ഓയിൽ ഫീൽഡ് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായിരുന്നു കാൻഡറൽ. ആ ഒരു കാലത്തെന്ന് വെച്ചാൽ 1950ലോ 60ലോ അല്ല, 2000ന്റെ തുടക്കത്തിൽ പ്രതിദിനം 2 മില്യൺ ബാരൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു ആ ഫീൽഡ്. 2004ൽ ഇവരുടെ ബെൽക്കർവ് കൊടുമുടിയിലെത്തി. ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഉൽപാദനം ഏതാണ്ട് 80% കുറഞ്ഞു. ഇന്ന് അത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഭയക്കണം. 14 വർഷം മതി ലോകത്തിലെ ഏറ്റവും വലിയ ഫീൽഡിൽ എണ്ണ കണ്ടുപിടിക്കാനും തീരാനും. അല്ലെങ്കിൽ ഒരു കാലത്ത് യൂറോപ്പിന് അഭിമാനമായിരുന്ന നോർത്ത് സീ നോക്കൂ. ബ്രിട്ടന്റെയും നോർവേയുടെയും കടൽ തീരത്തെ എണ്ണപ്പാടങ്ങളിൽ 1980കളിലും 90കളിലും ഉൽപാദനം കുതിച്ചുയർന്നു. ഇന്നിപ്പോൾ കുഴിച്ചെടുക്കുന്നത് അതിന്റെ 20% മാത്രം. എണ്ണ തീർന്നു പോയിരിക്കുന്നു. റിഗുകളെല്ലാം പ്രേതക്കോലങ്ങളായി. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ എണ്ണപ്പാടങ്ങൾ ശോഷിക്കുന്നു. ഇനി ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു കാര്യം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങൾ മിക്കതും 1940കൾക്കും 1970കൾക്കും ഇടയിലാണ് കണ്ടെത്തിയത്. അതിനുശേഷമോ ഏതെങ്കിലും പ്രധാന ഫീൽഡ് കണ്ടെത്തിയിട്ടുണ്ടോ? 1960കളിൽ നമ്മൾ പ്രതിവർഷം ശരാശരി 5000 കോടി ബാരൽ എണ്ണ കണ്ടെത്തിയിരുന്നു. ഓരോ മാസവും പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇന്ന് ആ സംഖ്യ പ്രതിവർഷം 1000 കോടി ബാരലിൽ താഴെയായി കുറഞ്ഞു. അതേസമയം തന്നെ ഒരു വർഷം 3500 കോടി ബാരലാണ് നമ്മൾ കത്തിച്ചു തീർക്കുന്നത്. അതിനർത്ഥം നമ്മൾ ഒരു ബാരൽ എണ്ണ മാത്രം പുതുതായി കണ്ടെത്തുമ്പോൾ 3-4 ബാരൽ ഉപയോഗിക്കുന്നു എന്നാണ്. 10,000 രൂപ ശമ്പളക്കാരൻ 40,000 രൂപ മാസം ചെലവഴിക്കുന്നത് പോലെ. അത് ഒരിടത്തെത്തി നിൽക്കും. ഈ ഡിസ്കവറി കർവ് മന്ദഗതിയിലാണെങ്കിലും ലോകത്തിന്റെ ഡിമാൻഡ് കർവ് ഇതിന് നേർ വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. US അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള വികസിത വൻകരകളും ചൈനയുമെല്ലാം ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും റിന്യൂവബിൾ എനർജിയിലേക്കും മാറിക്കൊണ്ടിരിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങൾ അവയുടെ വ്യാവസായിക മുന്നേറ്റം തുടങ്ങുന്നതേയുള്ളൂ. ഇന്ത്യ, ഇന്തോനേഷ്യ, നൈജീരിയ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ അതിവേഗം നഗരവൽക്കരിക്കപ്പെടുകയാണ്. അവർ ഫാക്ടറികളും ഹൈവേകളും ലക്ഷക്കണക്കിന് പുതിയ കാറുകളും നിർമ്മിക്കുന്നു. അടുത്ത 2 പതിറ്റാണ്ടുകളിൽ എണ്ണ ആവശ്യകതയുടെ 70%-ലധികം വികസ്വര രാജ്യങ്ങളിൽ നിന്നായിരിക്കുമെന്ന് പറയുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയാണ്. പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിൽ ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ അതിജീവിക്കും? ഡിസ്കവറിയും സപ്ലൈയും വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശോഷണം അഥവാ ഡിപ്ലീഷൻ വേഗത്തിലാകും. എനർജി എക്കണോമിക്സിൽ ഇതിനൊരു പദമുണ്ട്, ഡിമാൻഡ് ലെഡ് ഡിപ്ലീഷൻ. അതായത് ആവശ്യകത മൂലമുണ്ടാകുന്ന ശോഷണം. ഇവിടെ എണ്ണ അപ്രത്യക്ഷമാകുന്നതല്ല, നമ്മൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ അത് ഉപയോഗിച്ചു തീരുന്നതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ വില കുതിച്ചുയരും, സമ്പദ് വ്യവസ്ഥ വിറങ്ങലിക്കും. പെട്ടെന്ന് തീർന്നു പോവുക എന്നത് ഭാവിയുടെ മുന്നറിയിപ്പല്ലാതാകും. അത് ഇന്നിന്റെ പ്രശ്നമായി മാറും. 3D സീസ്മിക് ഇമേജിംഗ്, ഡീപ് സീ ഡ്രില്ലിംഗ്, ഡിജിറ്റൽ മാപ്പിംഗ് തുടങ്ങി മനുഷ്യന് ഇത്രയും നൂതന സാങ്കേതിക വിദ്യ ഉണ്ടായിട്ട് പോലും ഖവാർ അല്ലെങ്കിൽ പ്രുതോബയുടെ നിലവാരത്തിലുള്ള മറ്റൊരു സൂപ്പർ ബിഗ് ഫീൽഡ് നമ്മൾ കഴിഞ്ഞ 50 വർഷത്തിനിടെ കണ്ടെത്തിയിട്ടില്ല. ചെറിയ എണ്ണപ്പാടങ്ങൾ ഇതിനകം ഊറ്റിക്കഴിഞ്ഞു. ബാക്കിയുള്ളവ ഒന്നുകിൽ വളരെ ആഴത്തിലോ വളരെ വിദൂരത്തോ അല്ലെങ്കിൽ ലാഭകരമായി ഉപയോഗിക്കാൻ കഴിയാത്ത വിധം വളരെ ചെലവേറിയതോ ആണ്. അതുകൊണ്ടാണ് വിശകലന വിദഗ്ധർ നമ്മുടെ ഈ കാലഘട്ടത്തെ എൻഡ് ഓഫ് ഈസി ഓയിൽ ഏജ് എന്ന് വിളിക്കുന്നത്. എളുപ്പത്തിൽ കിട്ടുന്ന എണ്ണയുടെ അവസാന കാലം.
കൗതുകകരമായ മറ്റൊരു കാര്യം പറയാം. ഊർജ്ജ നിക്ഷേപത്തിലെ വരുമാനം, എനർജി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അഥവാ EROIയിലെ വിരോധാഭാസം. EROI കാണിക്കുന്നത് നമ്മൾ ചെലവഴിക്കുന്ന ഓരോ യൂണിറ്റ് ഊർജ്ജത്തിനും പകരമായി എത്ര ഊർജ്ജം തിരിച്ചു കിട്ടുന്നുവെന്നാണ്. എണ്ണയുടെ ആദ്യകാലങ്ങളിൽ EROI അവിശ്വസനീയമായിരുന്നു. കിണറുകൾ തുരക്കാൻ വേണ്ടി 1 ബാരൽ എണ്ണ കത്തിച്ചാൽ പകരം 100 ബാരൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അത് എളുപ്പത്തിൽ ലഭിച്ചിരുന്ന എണ്ണയുടെ സുവർണ്ണ കാലഘട്ടമാണ്. ഇന്ന് പല ആധുനിക പദ്ധതികൾക്കും EROI 10:1 മുതൽ 5:1 വരെ കുറവാണ്. കാനഡയിലെ ഓയിൽ സാൻഡ്സ് പോലുള്ള പരമ്പരാഗതമല്ലാത്ത സ്രോതസ്സുകൾക്ക് അതിലും താഴെയാണ് EROI. അതായത് 5 പാട്ട എണ്ണ കിട്ടാൻ 1 പാട്ട എണ്ണ ജനറേറ്ററിന് കത്തിക്കണം. നമ്മൾ കറുത്ത സ്വർണം ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കാൻ കൂടുതൽ ഊർജ്ജവും പ്രയത്നവും പണവും ചെലവഴിക്കുന്നു. ഒരു ഘട്ടത്തിൽ ചെലവഴിക്കുന്ന ഊർജ്ജം നേടുന്ന ഊർജ്ജത്തിന് തുല്യമാകുമ്പോൾ എണ്ണ വേർതിരിച്ചെടുക്കുന്നത് അർത്ഥശൂന്യമാകും. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെഡ്മില്ലിൽ നിങ്ങൾ ഓട്ടം നിർത്തി ക്ഷീണിച്ചു നിൽക്കും പോലെ ഉണ്ടാകും. അത് നിങ്ങൾ വീഴും. ട്രെഡ്മിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ എണ്ണ കമ്പനികൾ മറ്റു പരിപാടികളിലേക്ക് പോകും. പുതിയ എണ്ണ പര്യവേക്ഷണങ്ങളും കിണറുകളും കുഴിക്കലും ശുദ്ധീകരണവും ഉണ്ടാകില്ല. ഈ വർദ്ധിച്ച ചെലവുകൾ മൂലം പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കമ്പനികൾക്ക് താൽപ്പര്യം നിലവിലുള്ളവയെ ആഴത്തിൽ ചൂഷണം ചെയ്യാനാണ്. എന്നാൽ കൂടുതൽ ആഴത്തിൽ തുറക്കുമ്പോൾ വെല്ലുവിളികളും വർദ്ധിക്കുന്നു. ആഗോള എണ്ണയുടെ ഭാവി ആഴക്കടലിലെ എണ്ണപ്പാടങ്ങൾ, അൾട്രാ ഡീപ്പായ കിണറുകൾ, ആർട്ടിക് പ്രദേശങ്ങൾ, ഷെയിൽ ഘടനകൾ എന്നിവയിലാണ്. ആഴക്കടലിലെ തുറക്കലിന് വലിയ പ്ലാറ്റ്ഫോമുകളും റോബോട്ടിക് അന്തർവാഹിനികളും കടലിനടിയിൽ ആയിരക്കണക്കിന് മീറ്ററുകൾക്ക് താഴെ കൃത്യമായ എഞ്ചിനീയറിംഗും ആവശ്യമാണ്. ആർട്ടിക് പോലുള്ള പ്രദേശങ്ങളിൽ പാരിസ്ഥിതിക അപകടങ്ങളും ഹിമാനികളും ലോജിസ്റ്റിക്സും എണ്ണയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ ചെലവേറിയതാകുന്നു. എണ്ണ കിട്ടാൻ കാലതാമസമെടുക്കും. നമ്മൾ എത്ര ആഴത്തിൽ പോകുന്നുവോ അത്രയും എണ്ണ ചോർച്ചയ്ക്കുള്ള അപകട സാധ്യതയും കാർബൺ ഫുട് പ്രിന്റും കൂടും. 2044 ലോകത്തിലെ എണ്ണ യഥാർത്ഥത്തിൽ തീർന്നു പോകുമോ? തീർന്നു പോവുക എന്ന വാക്കിന് നമ്മൾ നൽകുന്ന നിർവചനം അനുസരിച്ചിരിക്കും അതെന്ന് ലാസ്റ്റ് ബാരൽ ഓഫ് 2044 സിദ്ധാന്തം അനുകൂലിക്കുന്ന വിദഗ്ധർ വിശദീകരിക്കുന്നു. വില കുറഞ്ഞ എളുപ്പത്തിൽ ലഭ്യമായ എണ്ണയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതെ, ആ യുഗം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ എണ്ണത്തുള്ളിയെയും കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇല്ല, മില്യൺ കണക്കിന് വർഷങ്ങൾ എണ്ണ ഭൂമിക്കടിയിലുണ്ടാകും. മനുഷ്യന് അത് വേർതിരിച്ചെടുക്കാൻ വളരെ ചെലവേറിയതോ ഏറെക്കുറെ അസാധ്യമോ ആയിരിക്കുമെന്ന് മാത്രം. ഭൂമിയിൽ ട്രില്യൺ കണക്കിന് ബാരൽ ഹൈഡ്രോ കാർബൺ ഉണ്ട്. അതിൽ ഭൂരിഭാഗവും ഇന്ന് ഉപയോഗിക്കാൻ പ്രായോഗികമല്ലാത്ത രൂപങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അടപടലം കുഴിച്ചെടുക്കാൻ മദർ എർത്ത് മനുഷ്യനെ അനുവദിക്കില്ല. എണ്ണയുടെ യുഗം അവസാനിക്കാൻ എണ്ണ അപ്രത്യക്ഷമാകേണ്ടതില്ല. ബദലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെലവേറിയതോ മലിനീകരണമുണ്ടാക്കുന്നതോ ആയാൽ മതി. അതാണ് യഥാർത്ഥ കൗണ്ട് ഡൗൺ. 2044 ഭൂമിയിലെ പെട്രോളിയം എണ്ണ തീരുമെന്ന് ശാസ്ത്രജ്ഞർ പറയുമ്പോൾ അത് ഭൗതികമായി ഇല്ലാകുന്നതിനെക്കുറിച്ചായിരിക്കില്ല പലപ്പോഴും വിവക്ഷിക്കുന്നത്. അവർ കൂടുതൽ സൂക്ഷ്മമായ ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എണ്ണ ഉപയോഗിക്കാൻ കഴിയാത്തതായി മാറുന്നതിനെക്കുറിച്ച്. നേച്ചർ എനർജി എന്നിവയിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ അനുസരിച്ച് അടുത്ത 20 വർഷത്തേക്ക് ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിലനിർത്താൻ മനുഷ്യരാശി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിലവിൽ അറിയപ്പെടുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവുകളുടെ ഏകദേശം 60% ഉപേക്ഷിക്കണം. അതായത് ലോകം ഇതിനകം കണ്ടെത്തി കഴിഞ്ഞ എന്നാൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത കോടിക്കണക്കിന് ബാരൽ എണ്ണ ജിയോളജിക്കലി നിലവിലുണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായും പാരിസ്ഥിതികപരമായും അത് പരിധിക്കപ്പുറമാണ്. ഇതിനെയാണ് വിദഗ്ധർ അൺഎക്സ്ട്രാക്റ്റബിൾ അല്ലെങ്കിൽ സ്ട്രാൻഡഡ് റിസർവ്സ് എന്ന് വിളിക്കുന്നത്. ഖനനം ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ശേഖരം. എണ്ണ അവിടെ തന്നെയുണ്ട്. പക്ഷേ മദർ എർത്തിന്റെ ക്ലൈമറ്റ് ലിമിറ്റ്സ് ലംഘിക്കാതെ ലോകത്തിന് അത് കത്തിച്ചു തീർക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ഇതൊരു സിദ്ധാന്തം മാത്രമല്ല, ഇത് ആഗോള ഊർജ്ജ നയത്തിലെ ഒരു പ്രവണതയാണ്. പാരീസ് ഉടമ്പടി പ്രാവർത്തികമായ കാലം മുതൽ ദേശീയ കാർബൺ ബഡ്ജറ്റുകളടക്കം മിക്കവാറും എല്ലാ പ്രധാന സാമ്പത്തിക ശക്തികൾക്കും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മനഃപൂർവ്വം കുറയ്ക്കുന്ന ലക്ഷ്യങ്ങളുണ്ട്. ഡെൻമാർക്ക്, കോസ്റ്റാറിക്ക, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പുതിയ എണ്ണ പര്യവേക്ഷണം പൂർണ്ണമായും നിരോധിച്ചു. ലോകത്തിലെ 12 പ്രധാന ബാങ്കുകൾ എണ്ണ പര്യവേക്ഷണത്തിനും ഖനനത്തിനും ഇനി ലോണുകൾ നൽകില്ലെന്ന് 4 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. എണ്ണ ഉപയോഗിച്ച് തീർന്നില്ലെങ്കിൽ പോലും നമ്മളത് പമ്പ് ചെയ്യുന്നത് നിർത്തിയേക്കുമെന്ന് സന്ദർഭവശാൽ പറഞ്ഞുവെന്ന് മാത്രം. ഇനി മറ്റൊന്നുണ്ട്. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കണക്കിലെ കളികൾ ലോകത്തിന്റെ എണ്ണ പ്രതിസന്ധി 2044 ഫുൾ സ്റ്റോപ്പിലെത്തിക്കാം എന്ന വിശ്വാസത്തിന് അടിവരയിടുന്നതാണ്. ലോകരാജ്യങ്ങൾ എല്ലാ സാമ്പത്തിക വർഷത്തിന്റെയും തുടക്കത്തിൽ തങ്ങളുടെ പക്കൽ ഔദ്യോഗികമായി എത്ര എണ്ണ കരുതൽ ശേഖരമായുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സാമ്പത്തിക വിദഗ്ധർ അതിനെ പ്രൂവൻ റിസർവ്സ് എന്ന് വിളിക്കുന്നു. 1980കളിലും 90കളിലും മിഡിൽ ഈസ്റ്റിലെ എണ്ണ സമ്പന്നമായ നിരവധി രാജ്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ ശേഖരം 50 മുതൽ 100% വരെ പെട്ടെന്ന് കൂട്ടിക്കാണിച്ചു. എന്നാൽ അവർ പുതിയ എണ്ണപ്പാടങ്ങളൊന്നും കണ്ടെത്തിയിരുന്നുമില്ല. എന്നിട്ടും കരുതൽ ശേഖരം പെട്ടെന്ന് കൂടി. അതിന് കാരണമുണ്ടായിരുന്നു. ഒപ്പെക്കിൽ ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ ക്വാട്ട അവരുടെ കൈവശം എത്ര റിസർവ് എണ്ണയുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. ഒരു രാജ്യം എത്രത്തോളം ശേഖരം പ്രഖ്യാപിക്കുന്നുവോ അത്രത്തോളം എണ്ണ അവർക്ക് ആഗോള വിപണിയിൽ വിൽക്കാൻ കഴിയും. ഉദാഹരണത്തിന് കുവൈറ്റിന്റെ ശേഖരം 1990 കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 64 ബില്യൺ ബാരലിൽ നിന്ന് 90 ബില്യൺ ബാരലായി വർദ്ധിച്ചു. ഇത് കണ്ട് ഇറാൻ, ഇറാഖ്, UAE എന്നീ രാജ്യങ്ങളും വലിയ റിസർവുകൾ പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് നടന്ന ഇൻഡിപെൻഡന്റ് ഓഡിറ്റുകളിൽ ഈ കണക്കുകൾ പെരുപ്പിച്ചതാണെന്ന് കണ്ടെത്തി. 50% വരെ കരുതൽ ശേഖരം കൂടുതലാണ്
തന്ത്രമാണ് ഓരോ എണ്ണ ഉൽപ്പാദക രാഷ്ട്രവും പെരുപ്പിച്ച് കാണിച്ചത്. കൂടുതൽ എണ്ണ വിൽക്കാൻ വേണ്ടി മാത്രം. അതായത് ലോകത്തിന്റെ മൊത്തം ഒഫീഷ്യൽ റിസർവ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ചെറുതാണ്. 100 കണക്കിന് ബില്യൺ ബാരലുകൾ കടലാസിൽ മാത്രമേ ഉള്ളൂ. ആ രാജ്യങ്ങൾ പെരുപ്പിച്ച കണക്ക് തിരുത്തിയാൽ ചിലപ്പോൾ 2044 മുൻപേ എണ്ണ അവസാനിച്ചേക്കും. ഒന്നും മാറിയില്ലെങ്കിൽ 2044 ഒരു അസംബന്ധ പ്രവചനമല്ല, അതൊരു മുന്നറിയിപ്പാണ്. നോട്ട് ആൾ ക്രൂഡ് ഈസ് ക്രിയേറ്റഡ് ഈക്വൽ. എണ്ണ വ്യവസായികളുടെ ബൈബിളിലെ ആദ്യ വാചകമാണിത്. എല്ലാ ക്രൂഡും ഒരുപോലല്ല. എണ്ണ എന്ന് കേൾക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നിർഗളം പുറത്തേക്കൊഴുകുന്ന സ്വർണ്ണ നിറമുള്ള തേൻ പോലെ ഫ്രീ ഫ്ലോ ഉള്ള ദ്രാവകത്തെയാണ് ചിലരെങ്കിലും സങ്കല്പിക്കുക. അത്തരം ക്രൂഡ് ലോകത്തു നിന്നും എന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞു. അതുമില്ലെങ്കിൽ നമ്മൾ കത്തിച്ച് തീർത്തു കഴിഞ്ഞു. ഇന്ന് ബാക്കിയുള്ളത് കട്ടച്ചെളി പോലെ ഭാരമേറിയ സൾഫറും ആസിഡും കൊണ്ട് കൊഴുത്ത് ഒട്ടിപ്പിടിക്കുന്ന ക്രൂഡാണ്. ഹെവി സോർ സ്റ്റിക്കി ക്രൂഡ്. ഇത് റോഡ് മിനുക്കുന്ന ടാർ പോലിരിക്കും. ഇത്തരം ക്രൂഡ് ശുദ്ധീകരിച്ച് പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ ജെറ്റ് ഇന്ധനമാക്കി മാറ്റാൻ കൂടുതൽ ഊർജ്ജവും രാസവസ്തുക്കളും ചെലവും ആവശ്യമാണ്. ക്രൂഡ് ഓയിലിന്റെ ഗുണനിലവാരത്തിലുണ്ടായ ഈ കുറവ് അർത്ഥമാക്കുന്നത് മൊത്തം കരുതൽ ശേഖരം രേഖകളിൽ വലുതായി തോന്നാമെങ്കിലും അവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നെറ്റ് യൂസബിൾ എനർജി കുറവാണെന്നാണ്. റിഫൈനറികൾക്ക് ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. കൂടുതൽ ഹൈഡ്രജൻ ഉപയോഗിക്കേണ്ടി വരുന്നു. സൾഫർ പോലുള്ള മാലിന്യങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇത് മലിനീകരണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ലാഭവും കുറയ്ക്കുന്നു. വെനിസ്വേലയിലെ ശേഷിക്കുന്ന ക്രൂഡിന്റെ ഭൂരിഭാഗവും എക്സ്ട്രാ ഹെവി വിഭാഗത്തിലുള്ളതാണ്. തണുത്ത കാലാവസ്ഥയിൽ ഈ ക്രൂഡിന് മുകളിലൂടെ മനുഷ്യർക്ക് നടക്കാൻ പോലും സാധിക്കും. യുറാൽ ഗ്രേഡ് എന്ന റഷ്യൻ ക്രൂഡ് പണ്ടേ കൊഴുത്ത കഞ്ഞി പോലെയാണ്. ലോകത്തിൽ റിലയൻസിന്റെ ഇന്ത്യൻ റിഫൈനറികൾക്കല്ലാതെ മറ്റാർക്കും അത് സംസ്കരിക്കാൻ സാധിക്കില്ല. കാനഡയുടെ ഓയിൽ സാൻഡ്സ് ഫീൽഡിലെ ക്രൂഡും സമാനമാണ്. കാനഡയുടെ ക്രൂഡ് കളിമണ്ണിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ തന്നെ വലിയ റിസോഴ്സുകൾ വേണം. അതിനുശേഷമേ അത് ശുദ്ധീകരിക്കാൻ എടുക്കാൻ പോലും സാധിക്കൂ. ഈ ഉറവിടങ്ങളിൽ നിന്നുള്ള ഓരോ ബാരലിലും ശുദ്ധീകരണ ചെലവ് കണക്കിലെടുക്കുമ്പോൾ നെറ്റ് യൂസബിൾ എനർജി വളരെ കുറവാണ്. ഊർജ്ജത്തിന്റെ കാര്യത്തിൽ ലോകം അളവിന് പകരം ഗുണനിലവാരമാണ് കണക്കിലെടുക്കുക എന്നോർക്കണം. ഇന്ന് ലോകത്തിന് ആവശ്യത്തിന് എണ്ണയുണ്ട്. എന്നാൽ അതിൽ ഭൂരിഭാഗവും ഭാരമേറിയതും മാലിന്യം നിറഞ്ഞതും ചെലവേറിയതുമാണ്. ഇതാണ് അവസ്ഥ. ലോകത്തെ ഭൂരിഭാഗം ശുദ്ധീകരണശാലകളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്തത് ലൈറ്റ് സ്വീറ്റ് ക്രൂഡിനു വേണ്ടിയാണ്. മിഡിൽ ഈസ്റ്റിലെയും ടെക്സസിലെയും പോലുള്ള ഫ്രീ ഫ്ലോ ഉള്ള തേൻ പോലുള്ള എണ്ണ. ഈ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനോ നവീകരിക്കുന്നതിനോ കോടിക്കണക്കിന് ഡോളറും വർഷങ്ങളുടെ പരിശ്രമവും വേണം. പല രാജ്യങ്ങൾക്കും അത്തരമൊരു ശേഷിയോ താൽപ്പര്യമോ ഇല്ല. വെനിസ്വേലയിലെ ഒറിനാക്കോ ബെൽറ്റിന് താഴെ ഭൂമിയിലെ ഏറ്റവും വലിയ ഹെവി ഓയിൽ നിക്ഷേപങ്ങളിലൊന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ 300 ബില്യൺ ബാരലിലധികം എണ്ണയുടെ നിക്ഷേപമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു പ്രയോജനവുമില്ല. ഉരുകിയ പാറ പോലുള്ള ക്രൂഡാണിത്. കാനഡയുടെ അത്തബാസ്ക ഓയിൽ സാൻഡ്സിൽ ഏകദേശം 170 ബില്യൺ ബാരൽ പ്രൂവൻ റിസർവ്സ് ഉണ്ട്. കളിമണ്ണും പാറയും ചേർന്ന് കറുത്ത് കരിക്കട്ട പോലെയായ ക്രൂഡ്. ക്രൂഡിന് ഗുണമേന്മയില്ലാതായതോടെ മറ്റൊരു നിശബ്ദമായ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട്. നിക്ഷേപകർക്കിടയിലെ ആത്മവിശ്വാസക്കുറവ്. എണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് ഭീമമായ മൂലധനം അത്യാവശ്യമാണ്. ഒരൊറ്റ ഓഫ്ഷോർ ഫീൽഡിന് 10,000 കോടി രൂപ ചെലവ് വരും. കൂടാതെ പൂർണ്ണ ഉൽപാദനശേഷിയിലെത്താൻ ചുരുങ്ങിയത് 20 കൊല്ലം വരെ എടുക്കും. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പെൻഷൻ ഫണ്ടുകൾ മുതൽ സോവറിൻ വെൽത്ത് ഫണ്ട് വരെയുള്ള വൻ നിക്ഷേപകർ ദീർഘകാല എണ്ണ പദ്ധതികളിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങി. BP, ഷെൽ, എക്സോൺ മൊബിൽ തുടങ്ങിയ എണ്ണ ഭീമന്മാർ പോലും പുതിയ എണ്ണ ഫീൽഡുകൾ കണ്ടുപിടിക്കാനുള്ള ബഡ്ജറ്റ് 80% വരെ കുറച്ചിട്ടുണ്ട്. കിട്ടുന്ന എണ്ണ കൽക്കരി പോലിരിക്കുന്നതായാൽ പിന്നെന്ത് പ്രയോജനം? ഇതൊരു ദുസ്സൂചനയാണ്. കാരണം എണ്ണപ്പാടങ്ങൾ ഓരോ വർഷവും സ്വാഭാവികമായി ക്ഷയിക്കുന്നു. പ്രതിവർഷം 4% മുതൽ 6% വരെ. ലോകം പുതിയ പദ്ധതികളിൽ നിക്ഷേപം നിർത്തിയാൽ നഷ്ടപ്പെടുന്നതിന് പകരം വയ്ക്കാൻ വേറെ എണ്ണപ്പാടങ്ങളില്ലാതെ വരും. വണ്ടിയുമായി നമ്മൾ പമ്പിൽ ചെല്ലുമ്പോൾ ആവശ്യത്തിന് പെട്രോൾ കിട്ടണമെങ്കിൽ ഇതെല്ലാം കുഴിച്ചെടുക്കാനും പുതിയ എണ്ണപ്പാടങ്ങൾ കണ്ടെത്താനും ആരെങ്കിലും പണമിറക്കണം. ലോകത്തിന് മുടങ്ങാതെ എണ്ണ കിട്ടണമെങ്കിൽ ആഗോള അപ്സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് പ്രതിവർഷം $500 ബില്യൺ മുകളിലായി ഉയരേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് മാർഗം താൽപ്പര്യമില്ല. എണ്ണയുടെ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ തന്നെ പണം വഴിമാറിപ്പോകുന്നു. സൗദി അറേബ്യയും ഖത്തറും UAEയും എല്ലാം ഈ അപകടം 20 വർഷം മുമ്പേ തിരിച്ചറിഞ്ഞ് കളം മാറ്റി ചവിട്ടിയവരാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. കാറുകൾ ഇലക്ട്രിക് ആയാലും പ്ലാസ്റ്റിക് ഇലക്ട്രിക് ആകില്ല. എണ്ണ വെറും ഇന്ധനം മാത്രമല്ല, അത് ആധുനിക ലോകത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. പാക്കേജിംഗ്, വസ്ത്രങ്ങൾ മുതൽ ഫെർട്ടിലൈസറുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് എന്നിവ വരെ ഉണ്ടാക്കാൻ അത് വേണം. എക്കോണമികൾ വളരുമ്പോൾ പെട്രോകെമിക്കൽസ് ഡിമാൻഡ് കുതിച്ചുയരുന്നു. ആഗോള ഊർജ്ജ ഏജൻസികളുടെ അഭിപ്രായത്തിൽ വരും ദശകങ്ങളിൽ എണ്ണയുടെ ഡിമാൻഡ് വളർച്ചയുടെ 40%-ലധികം പെട്രോകെമിക്കലുകൾക്ക് വേണ്ടി വന്നേക്കാം. നമ്മൾ പെട്രോൾ കാറുകൾ ഓടിക്കുന്നത് നിർത്തിയാലും എണ്ണ നമ്മളെ വിട്ടൊഴിഞ്ഞു പോകില്ലെന്നർത്ഥം. അതേപോലെ ബസ്സുകളുടെ വലിപ്പമുള്ള ബാറ്ററികൾ ഉപയോഗിച്ച് വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. സമുദ്രങ്ങൾ താണ്ടുന്ന കാർഗോ കപ്പലുകൾക്ക് ഇടയ്ക്കിടെ ചാർജ് ചെയ്യാനാവില്ല. ഈ സെക്ടറുകളും എണ്ണ ഡിമാൻഡിന്റെ കാതലാണ്. എണ്ണ തീരുമ്പോൾ ഇവ എന്തു ചെയ്യും? ലോകത്തിലെ എണ്ണ 2044 തീരുമെന്ന് പറയുന്നവർക്കും 2100 വരെ ഉണ്ടാകുമെന്ന് പറയുന്നവർക്കും അതിനുത്തരമില്ല. ഇനി ആഗോളതലത്തിൽ പരസ്യമായൊരു രഹസ്യമുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള ഒപെക് രാജ്യങ്ങളും ഖത്തറും വെനിസ്വേലയും മെക്സിക്കോയും റഷ്യയും പോലുള്ള പ്രധാന പെട്രോളിയം ഉൽപ്പാദകർ ഏതിനാണ് വിശ്വസിക്കുന്നത്?
2044-ലോ 2100-ലോ? കൃത്യമായ ഉത്തരമുണ്ട്, 2044-ൽ. അവർക്കതറിയാം. അവരുടെ പെട്രോളിയം ഇതര ഇൻവെസ്റ്റ്മെന്റുകളുടെ പാറ്റേൺ നോക്കിയാൽ നമുക്കത് കാണാം. ലോകത്തിന് വളരെ നിഗൂഢമായി തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഈ പെട്രോളിയം രാജ്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നത്. അവസാനത്തെ ബാരൽ ആർക്ക് കൊടുക്കണം? അത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കത്തിച്ചു കളയണോ? കൃഷിക്കും ഫാർമസ്യൂട്ടിക്കൽസിനുമായി സംരക്ഷിക്കണോ? എണ്ണ അക്ഷരാർത്ഥത്തിൽ തീരുന്നതിന് മുൻപ് തന്നെ അതിന്റെ മുൻഗണനകൾ മാറും. സുലഭമായ ഒരു ദൈനംദിന ഉൽപ്പന്നം എന്നതിൽ നിന്ന് തന്ത്രപരമായ കമ്മോഡിറ്റി എന്നതിലേക്ക്. തീർച്ചയായും പെട്രോൾ പമ്പുകൾ വറ്റുന്ന ഒരു ദിവസം നമ്മൾ എല്ലാവരും കാണും. അതിനു മുമ്പ് ലോകത്തിൽ മനുഷ്യരുടെ ജീവരക്ഷയ്ക്കായി മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും വിമാന ഇന്ധനവും പോലുള്ള അടിയന്തര സേവനങ്ങളിലേക്ക് ബാക്കിയുള്ള എണ്ണ കരുതുന്നതിനെക്കുറിച്ച് ഇവർ ചർച്ചകൾ നടത്തുന്നു. ലോകം അത് ശ്രദ്ധിക്കുന്നു. ഇനിയും തീർന്നില്ല. 2044-ൽ അവസാന തുള്ളി എണ്ണയും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് പറയുന്ന വിദഗ്ധരുടെ വാദങ്ങൾ. പുതിയ ഒരു വാക്ക് പരിചയപ്പെടുത്താം: ഓയിൽ റെഗുലേറ്ററി മൊറട്ടോറിയം. തങ്ങളുടെ രാജ്യത്തെ എണ്ണ ഖനനം നിർത്തലാക്കാനുള്ള അവിടുത്തെ സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വലിയ പദമാണ് ഓയിൽ റെഗുലേറ്ററി മൊറട്ടോറിയം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സർക്കാരുകൾ ഇതിനകം തന്നെ ഇനി മതി, നിർത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അമേരിക്ക അലാസ്കയിലെ ആർട്ടിക് റിഫ്യൂജിന്റെ മിക്ക ഭാഗങ്ങളിലും പുതിയ ഡ്രില്ലിംഗ് നിരോധിച്ചു. 2040-ന് ശേഷം ഒരു തുള്ളി എണ്ണ തങ്ങളുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഫ്രാൻസ്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് പുതിയ എണ്ണ എക്സ്പ്ലോറേഷൻ പെർമിറ്റുകൾ ഫ്രാൻസ് നിരോധിച്ചു. ന്യൂസിലൻഡ് പുതിയ ഓഫ്ഷോർ എക്സ്പ്ലോറേഷൻ പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ട്? പെട്രോളിയം ഒരു ഡേർട്ടി റിസോഴ്സും യുറേനിയവും ലിഥിയവും ഗ്ലോറിഫൈഡ് റിസോഴ്സുകളുമാകുന്നതാണ് ന്യൂ നോർമൽ. ചൈനയ്ക്കും ജപ്പാനും കൊറിയയ്ക്കുമെല്ലാം പെട്രോളിയം വേണ്ട, അവർക്ക് ലിഥിയം മതി വലിയ ബാറ്ററികൾ ഉണ്ടാക്കാൻ. ഫ്ലോറിഡയിൽ ഗെയിംസിൽ സർവകലാശാലയിലെ ഗവേഷകർ നിർമ്മിച്ച ഒരു കർവ് ഇന്ന് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെടുന്നതാണ്. അവർ തയ്യാറാക്കിയ ഡിപ്ലീഷൻ കർവ് അവസാനിക്കുന്നത് 2044-ൽ തന്നെയാണ്. സപ്ലൈ റീപ്ലേസ്മെന്റിനേക്കാൾ വേഗത്തിൽ കുറയാൻ തുടങ്ങുന്നതും അപ്പോൾ മുതലാണ്. എന്നാൽ ഇന്റർനാഷണൽ എനർജി ഏജൻസി, ബ്രിട്ടീഷ് പെട്രോളിയം എന്നിവരുടെ പുതിയ മോഡലുകൾ ഇതിന് വിപരീതമായി വാദിക്കുന്നു. അവർ പറയുന്നത് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ സാവധാനത്തിനുള്ള ഡിക്ലൈനാണ് ഈ കർവ് എന്നാണ്, അല്ലാതെ ഒരു ക്ലിഫ് അല്ല. റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾസ്, എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റുകൾ എന്നിവ ഡിമാൻഡ് കുറയ്ക്കുമെന്നും എണ്ണയുടെ ടൈം ലൈൻ ഈ നൂറ്റാണ്ടിനപ്പുറത്തേക്ക് നീട്ടുമെന്നും അവർ അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ 2044 മുതൽ 2100 വരെ എന്ന റേഞ്ച് യഥാർത്ഥത്തിൽ രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒന്ന് ജിയോളജി തീരുമാനിക്കുമെന്ന് വിശ്വസിക്കുന്നു, മറ്റൊന്ന് ടെക്നോളജിയും ജിയോപൊളിറ്റിക്സും ചേർന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച അക്കാഡമിഷ്യന്മാർ പറയുന്നത് ആദ്യം തീരുക എണ്ണയല്ല, മറിച്ച് നമ്മുടെ ക്ഷമയാണെന്നാണ്. നിക്ഷേപകർ, സർക്കാരുകൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഒരു ക്ഷാമം വരുന്നു എന്ന് വിശ്വസിച്ചാൽ അവർ അതനുസരിച്ച് പ്രവർത്തിക്കും. നിക്ഷേപകർ എണ്ണ പ്രൊജക്ടുകളിൽ നിന്ന് ഇനിയും പണം പിൻവലിക്കും. ട്രേഡർമാർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകൾ ഹോൾഡ് ചെയ്യും. ഉപഭോക്താക്കൾ ടാങ്കുകൾ നിറയ്ക്കാൻ ഓടും. ആ പ്രതികരണം തന്നെ പ്രതിസന്ധികൾക്ക് കാരണമാകും. വില വർദ്ധിക്കും, നിക്ഷേപം കുറയ്ക്കും. വിരോധാഭാസം പോലെ ക്ഷാമം യാഥാർത്ഥ്യമാകും. പണ്ടുകാലത്ത് യൂറോപ്പിലും അമേരിക്കയിലും തെരുവ് വിളക്കുകൾ കത്തിച്ചിരുന്ന തിമിംഗല എണ്ണ അപ്രത്യക്ഷമായതുപോലെ പെട്രോളിയം എണ്ണ മ്യൂസിയത്തിലേക്ക് പോകും. ഇതാണ് പബ്ലിക് പെർസെപ്ഷൻ ലൂപ്പ്. ഇത് എണ്ണ മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്ന ബിഹേവിയറൽ എക്കണോമിക്സ് ആണ്. ഭയം യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. നമ്മൾ എന്തിനു ഭയക്കുന്നു അത് സംഭവിക്കും. നമ്മളത് മുമ്പും കണ്ടിട്ടുണ്ട്. 1973-ലെ അറബ് ഓയിൽ എംബാർഗോ സമയത്തും 2008-ൽ ഊഹക്കച്ചവടം വിലകളെ ചരിത്രപരമായ ഉയരങ്ങളിലെത്തിച്ചപ്പോഴും. തീർന്നു പോവുക എന്ന ആശയം അതിവേഗം പ്രചരിച്ചാൽ വിപണികൾക്ക് വില കൃത്രിമമായി ത്വരിതപ്പെടുത്താൻ കഴിയും. കിണറുകൾ വറ്റിയതുകൊണ്ടല്ല, മറിച്ച് ആത്മവിശ്വാസം തകർന്നതുകൊണ്ട്. ഇത്രയുമാണ് അടുത്ത 20 വർഷത്തിനുള്ളിൽ 2044-ൽ അവസാന തുള്ളി എണ്ണയും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് വിശ്വസിക്കുന്നവർ വാദിക്കുന്നത്. ഇനി മറുഭാഗത്തെയും കേൾക്കേണ്ടതുണ്ട്. എണ്ണ ഇനിയും ഒരു 75 വർഷം കൂടി ഭൂമിയിൽ ഉണ്ടാകുമെന്നും 2100-ലെ അവസാനിക്കുമെന്നും പറയുന്നവരുടെ വാദഗതികൾ കൂടി. കടലുകൾ വളരെ വളരെ വലുതാണ്. അതാണ് അവർ ആദ്യം പറയുക. അവർ സമുദ്രങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കടലിലെ ഡീപ്പ് വാട്ടർ ഡ്രില്ലിംഗ് അതിന്റെ ശൈശവാവസ്ഥയിലാണ്. സമുദ്രം പരിധിയില്ലാതെ എണ്ണ ചുരത്തും. അടുത്ത 50 വർഷത്തേക്കെങ്കിലുമുള്ള ആവശ്യങ്ങൾ അങ്ങനെ നടക്കും. രണ്ടാമത് അവർ കടലെന്ന് ഉദ്ദേശിച്ചത് ലോകത്തിലെ ഇന്ധന റിസർവിനെയാണ്. റൈസ്റ്റാഡ് എനർജി, ബ്രിട്ടീഷ് പെട്രോളിയം സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ പോലുള്ള ഇൻഡസ്ട്രിയൽ ഡാറ്റ ഏജൻസികൾ പറയുന്നത് ലോകത്ത് നിലവിൽ ഏതാണ്ട് 1.5 മുതൽ 1.7 ട്രില്യൺ ബാരൽ പ്രൂവൻ ക്രൂഡ് ഓയിൽ റിസർവ്സ് ഉണ്ട് എന്നാണ്. അത് വളരെ വലുതാണ്. ലോകം ഇന്നത്തെ നിരക്കിൽ എണ്ണ ഉപയോഗിച്ചാൽ ഈ പ്രൂവൻ റിസർവ്സ് മാത്രം ഏകദേശം 40 മുതൽ 60 വർഷം വരെ നിലനിൽക്കും. ഇതാണ് ഇവർ പറയുന്ന RP റേഷ്യോ അഥവാ റിസർവ്സ് ടു പ്രൊഡക്ഷൻ റേഷ്യോ. ഇതൊരു ലളിതമായ കണക്കുകൂട്ടലാണ്. നമുക്കുള്ള ബാരലുകളുടെ എണ്ണം ഓരോ വർഷവും നാം ഉപയോഗിക്കുന്ന എണ്ണം കൊണ്ട് ഹരിക്കുന്നത്. ഇവിടെ ഒരു നക്ഷത്ര ചിഹ്നവുമുണ്ട്. ആ സംഖ്യ മാറിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി മെച്ചപ്പെടുത്തുമ്പോഴോ പുതിയ എണ്ണപ്പാടങ്ങളുടെ കണ്ടെത്തൽ ഉണ്ടാകുമ്പോഴോ കൗണ്ട് ഡൗൺ വീണ്ടും തുടങ്ങും. അതുകൊണ്ട് നമുക്ക് 40 വർഷത്തേക്കുള്ള എണ്ണയെ അവശേഷിക്കുന്നുള്ളൂ എന്നാരെങ്കിലും പറയുമ്പോൾ 0-ലേക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിയെന്നല്ല അർത്ഥം. നിലവിലെ ടെക്നോളജിയുടെയും നിക്ഷേപത്തിന്റെയും കരുത്തിൽ നിലവിലുള്ള പ്രൂവൻ റിസർവ്സ് എത്രത്തോളം നിലനിൽക്കുമെന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓരോ പതിറ്റാണ്ടിലും ആ ചക്രവാളം കൂടുതൽ ദൂരേക്ക് നീളുന്നുവെന്നർത്ഥം.
പ്രൂവൻ റിസർവ്സ് എന്നത് ഇന്ന് നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പമ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള എണ്ണ മാത്രമാണ്. എന്നാൽ റിക്കവറബിൾ റിസോഴ്സസ് എന്ന് വിളിക്കപ്പെടുന്ന ഇതിലും വലിയൊരു വിഭാഗമുണ്ട്. അത് വിശദീകരിക്കാം. അവിടെ എണ്ണയുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും അത് വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാലോ ചിലവേറിയതിനാലോ അല്ലെങ്കിൽ പൂർണ്ണമായി മാപ്പ് ചെയ്യാത്തതിനാലോ പ്രൂവനായി കണക്കാക്കാത്ത എണ്ണയാണ് റിക്കവറബിൾ റിസോഴ്സസ്. 3D സീസ്മിക് ഇമേജിംഗ്, റിമോട്ട് സെൻസിംഗ്, ഡീപ്പ് വാട്ടർ ഡ്രില്ലിംഗ് തുടങ്ങിയ എക്സ്പ്ലോറേഷൻ സാങ്കേതിക വിദ്യകളിലൂടെ പുതിയ പ്രദേശങ്ങളിലെ എണ്ണ സമ്പത്ത് കണ്ടെത്തുന്നത് പോസിറ്റീവായിട്ടാണ് ലാസ്റ്റ് ബാരൽ ഓഫ് 2100 വാദക്കാർ വിശദീകരിക്കുന്നത്. ഗയാന, നമീബിയ, ബ്രസീൽ എന്നിവിടങ്ങളിലെ ഓഫ് ഷോർ പ്രീസാൾട്ട് ബേസിനുകളിൽ അടുത്തിടെ 10ലേറെ ഓയിൽ ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞിരുന്നു. അവർ പറയുന്നത് പ്രകാരം എണ്ണ സ്പ്രെഡ്ഷീറ്റിലെ സ്ഥിരസംഖ്യയല്ല. നമ്മൾ എത്ര ആഴത്തിൽ തിരയുന്നുവോ അത്രയധികം കണ്ടെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇനി മറ്റൊന്നുണ്ട്. 2100 എണ്ണ അവസാനിക്കൂ എന്ന വാദം സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന അൺകൺവെൻഷണൽ ഓയിൽ. അതൊരു ഗെയിം ചേഞ്ചർ ആണെന്നാണ് അവരുടെ അഭിപ്രായം. നിങ്ങൾ ഷെയിൽ ഓയിൽ, ഓയിൽ സാൻഡ്സ് അല്ലെങ്കിൽ ടൈറ്റ് ഓയിൽ എന്നിവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവയെയാണ് വിദഗ്ധർ അൺകൺവെൻഷണൽ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഡ്രിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒഴുകിയെത്തുന്ന പരമ്പരാഗത ഈസി ഓയിലിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഹൈഡ്രോ കാർബണുകൾ പുറത്തെടുക്കാൻ ഫ്രാക്കിംഗ് അല്ലെങ്കിൽ സ്റ്റീം അസിസ്റ്റഡ് എക്സ്ട്രാക്ഷൻ പോലുള്ള പ്രത്യേക ടെക്നോളജി ആവശ്യമാണ്. ഇതിനെയാണ് ഷെയിൽ ഓയിൽ എന്ന് പറയുക. ഡ്രില്ലിങ്ങിന്റെ ആദ്യ നാളുകളിൽ ഒരു ഫീൽഡിൽ ഊറ്റൽ കഴിഞ്ഞ ശേഷം കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുടെ 20-25% മാത്രമേ വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്ന് ഗ്യാസ് ഇഞ്ചക്ഷൻ, വാട്ടർ ഫ്ലഡിംഗ്, ബാക്ടീരിയ ബേസ്ഡ് റിക്കവറി പോലുള്ള എൻഹാൻസ്ഡ് ഓയിൽ റിക്കവറി ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഫീൽഡുകളിൽ 60% അല്ലെങ്കിൽ അതിൽ കൂടുതൽ മിച്ചമുള്ള എണ്ണ കമ്പനികൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. സമ്പൂർണ്ണ ഊറ്റി വറ്റിക്കൽ സാധ്യമെന്നർത്ഥം. മെഷീൻ ലേണിംഗ്, റിയൽ ടൈം ഡാറ്റ അനാലിറ്റിക്സ്, അഡ്വാൻസ്ഡ് സെൻസേഴ്സ് എന്നിവ ഇപ്പോൾ കമ്പനികളെ ഭൂമിക്കടിയിലൂടെ എണ്ണ എങ്ങനെ നീങ്ങുന്നു എന്ന് പ്രവചിക്കാൻ സഹായിക്കുന്നു. പഴയ ഡ്രൈ വെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഇതിലെ കൗതുകകരമായ കാര്യം, വെറും 20 വർഷം മുമ്പ് ഈ ഉറവിടങ്ങൾ ഒരിക്കലും ലാഭകരമാകില്ലെന്ന് അനലിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നു എന്നതാണ്. അപ്പോഴാണ് അമേരിക്കയിൽ ഷെയിൽ വിപ്ലവം വന്നത്. ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗും ഹൈഡ്രോളിക് ഫ്രാക്ചറിംഗും വഴി ഒരു കാലത്ത് ടാപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയ വലിയ എണ്ണപ്പാടങ്ങൾ അമേരിക്ക തുറന്നു. ഫലമോ 1 ദശാബ്ദത്തിനുള്ളിൽ അമേരിക്ക പ്രധാന എണ്ണ ഇറക്കുമതി രാജ്യത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരായി മാറി. സൗദിയേക്കാൾ വലിയ എണ്ണ ഉൽപ്പാദകർ. ലോകത്തിന് അത് അവിശ്വസനീയമായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സാങ്കേതിക മുന്നേറ്റം മാത്രമായിരുന്നില്ല. കാനഡയുടെ ഓയിൽ സാൻഡ്സ്, വെനസ്വേലയുടെ ഹെവി ഓയിൽ എന്നിവ ആഗോള റിക്കവറബിൾ ടോട്ടലിലേക്ക് 100 ബില്യൺ ബാരലുകൾ കൂട്ടിച്ചേർത്തു. ഇതുകൊണ്ടാണ് റൈസ്റ്റാഡ് എനർജി പോലുള്ള വിദഗ്ധർ കണക്കാക്കുന്നത് തുടർച്ചയായ ഉപയോഗം ഉണ്ടായിരുന്നിട്ടും മൊത്തം റിക്കവറബിൾ ഓയിൽ, അത് കൺവെൻഷണൽ ആയാലും അൺകൺവെൻഷണൽ ആയാലും, ഏകദേശം 1.5 ട്രില്യൺ ബാരലിൽ സ്ഥിരമായി തുടരുന്നു. നമ്മൾ ഒരു ബാരൽ കത്തിക്കുമ്പോൾ മറ്റൊന്ന് ഇന്നോവേഷൻ വഴി റിക്കവറബിൾ ആകുന്നു. അതുകൊണ്ടാണ് തീർന്നു പോകുന്നു എന്ന് ലോകം പറയുമ്പോൾ പുതിയ നദികൾ ദിവസവും ഒഴുകിയെത്തുന്ന ഒരു സമുദ്രം വറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണതെന്ന് ഈ വിഭാഗം വാദിക്കുന്നത്. 2044 എണ്ണഖനനം ലാഭകരമാവില്ലെന്നും അതിനാൽ അവസാന ബാരലും വറ്റിത്തീരുമെന്നും വാദിച്ചവർ പറഞ്ഞ പ്രധാന കാരണങ്ങളിലൊന്ന് നിക്ഷേപകർ പിന്തിരിയും എന്നതായിരുന്നു. ഇതിനും 2100 ആണ്ട് വാദക്കാർക്ക് മറുപടിയുണ്ട്. എണ്ണവില ഉയരുമ്പോൾ മുമ്പ് ലാഭകരമല്ലാത്ത പാടങ്ങൾ പെട്ടെന്ന് വയബിൾ ആകുന്നു. ഉദാഹരണത്തിന് എണ്ണവില ബാരലിന് $40 ആയിരിക്കുമ്പോൾ ബ്രസീലിലെ ഡീപ്പ് വാട്ടർ ഫീൽഡ്സും ആർട്ടിക് റിസർവുകളും കാര്യക്ഷമമല്ല. എന്നാൽ വില ബാരലിന് $90 എത്തുമ്പോൾ അവ സ്വർണ്ണഖനികളായി മാറുന്നു. അവർ വാദിക്കുന്നത് ചരിത്രം ഇത് തെളിയിക്കുന്നുവെന്നാണ്. എണ്ണയ്ക്ക് വില കൂടിയ സമയത്തെല്ലാം എണ്ണ കമ്പനികൾ എക്സ്പ്ലോറേഷന് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട്. പുതിയ പാടങ്ങൾ കണ്ടെത്തുകയും റിസർവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു സെൽഫ് കറക്റ്റിംഗ് സിസ്റ്റമാണ്. സ്കേഴ്സിറ്റി വിലകൾ ഉയർത്തുന്നു, അത് ഇന്നോവേഷൻ വർദ്ധിപ്പിക്കുന്നു, പുതിയ സപ്ലൈയിലേക്ക് നയിക്കുന്നു. ഇതൊരു വിഷ്ഫുൾ തിങ്കിംഗ് അല്ല, അടിസ്ഥാന മാർക്കറ്റ് ഫിസിക്സ് ആണ്. എനിക്കതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കോ? എണ്ണ തീർന്നു പോകുന്നു എന്ന ഭയത്തെ ദുർബലപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന പോയിന്റ് ലോകത്തിന്റെ എണ്ണയ്ക്കുള്ള ഡിമാൻഡ് വളർന്ന് അതിന്റെ പീക്കിലെത്തുന്നു എന്നതാണ്. ഇന്റർനാഷണൽ എനർജി ഏജൻസി, BP's എനർജി ഔട്ട്ലുക്ക് എന്നിവ പ്രകാരം ലോകം 2020-കളിലോ 2030-കളിലോ പീക്ക് ഓയിൽ ഡിമാൻഡിലെത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഡിമാൻഡ് പടിപടിയായി കുറയും. അത് എണ്ണ തീർന്നു പോയത് കൊണ്ടല്ല, നമുക്ക് അതിന്റെ ആവശ്യം കുറഞ്ഞതുകൊണ്ടാണ്. എങ്ങനെയാണ് നമുക്ക് എണ്ണയുടെ ആവശ്യം കുറയുന്നത്? ഇലക്ട്രിക് വാഹനങ്ങൾ, റിന്യൂവബിൾ എനർജി, മികച്ച ഇന്ധനക്ഷമത എന്നിവ എണ്ണയുടെ മേൽക്കൈ ക്രമേണ കുറയ്ക്കുന്നു. പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഡിമാൻഡ് കുറയുമ്പോൾ ഉൽപ്പാദകർക്ക് പുതിയ കണ്ടെത്തലുകൾക്കായി അത്ര അഗ്രസീവായി ശ്രമിക്കേണ്ടതില്ല. അതായത് ഭൂമിക്കടിയിൽ വലിയ റിസർവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും വേർതിരിച്ചെടുക്കുന്നതിനുള്ള ആവശ്യം കുറയും. ഈ സാഹചര്യം ഫലത്തിൽ ആഗോള റിസർവുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ നമുക്ക് വേണ്ടത്ര എണ്ണ ഇല്ല എന്നതായിരിക്കില്ല പ്രശ്നം, മറിച്ച് നമുക്ക് അത്രയും എണ്ണ ആവശ്യമില്ലാത്ത അവസ്ഥ വന്നേക്കുമെന്ന്. ഇതിനർത്ഥം ഉപയോഗം കുറഞ്ഞാലും എണ്ണ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകില്ല. കിണറുകൾ വറ്റിയതുകൊണ്ടല്ല, സാമ്പത്തികവും പാരിസ്ഥിതികവുമായ കാരണങ്ങളാൽ നമ്മൾ അതിനെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കും. അതിന് ഇനിയൊരു 75 വർഷമെങ്കിലും എടുത്തേക്കുമെന്ന് ഇവർ ശക്തിയുക്തം വാദിക്കുന്നു. 2100 വരെ ഭൂമിയിലെ എണ്ണയ്ക്ക് ആയുസ് പ്രവചിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടെ കണ്ടെത്തിക്കഴിഞ്ഞ പല എണ്ണപ്പാടങ്ങളും ഇതുവരെ ഉൽപ്പാദനം തുടങ്ങിയിട്ടില്ല. അവയ്ക്ക് അനുമതി ലഭിച്ചു, മാപ്പ് ചെയ്തു, ഫണ്ട് ചെയ്തു. പക്ഷേ ഇപ്പോഴും പൈപ്പ് ലൈനുകൾ, റിഫൈനറികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ അനുമതികൾ എന്നിവയ്ക്കായി കാത്തിരിക്കുകയാണ്.
ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കനുസരിച്ച് 100 കണക്കിന് ബില്യൺ ബാരൽ എണ്ണ ഈ ടാപ്പ് ചെയ്യപ്പെടാത്ത പദ്ധതികളിലുണ്ട്. അതായത് പുതിയ കണ്ടെത്തലുകൾ ഇല്ലാതെ പോലും ലോകത്തിന്റെ വിതരണ ശൃംഖല പതിറ്റാണ്ടുകളോളം നീളുമെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു. എണ്ണ തീർന്നു പോകുന്നതിനെക്കുറിച്ച് പരിഭ്രാന്തരാകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകം അവഗണിച്ച ഇൻവെന്ററിയിലേക്ക് നോക്കേണ്ടതുണ്ട്. എണ്ണയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു അദൃശ്യ ശക്തിയാണ് എഞ്ചിനുകളുടെ കാര്യക്ഷമതയെന്ന് ഈ വിദഗ്ധർ ഡാറ്റ സഹിതം സമർത്ഥിക്കുന്നു. ആധുനിക എഞ്ചിനുകൾ മുമ്പത്തേതിനേക്കാൾ കുറഞ്ഞ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. 1980-ലെ ഒരു സാധാരണ കാർ ഇന്നത്തെ ഒരു ആധുനിക ഹൈബ്രിഡ് കാർ ഉപയോഗിക്കുന്നതിന്റെ ഇരട്ടി ഇന്ധനം ഉപയോഗിച്ചിരുന്നു. വിമാനങ്ങൾ ഭാരം കുറഞ്ഞവയായി, കപ്പലുകൾ കൂടുതൽ മികച്ച റൂട്ടുകൾ ഉപയോഗിക്കുന്നു, വ്യവസായങ്ങൾ ഹീറ്റ് റീസൈക്കിൾ ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പൂർണ്ണമായി മാറിയില്ലെങ്കിലും ആഗോളതലത്തിൽ പ്രതിവർഷം 1% മെച്ചപ്പെടുന്ന ചെറിയ എഫിഷ്യൻസി ഗെയിനുകൾ വഴി ഒരു പതിറ്റാണ്ടിനുള്ളിൽ കോടിക്കണക്കിന് ബാരലുകൾ ലാഭിക്കാൻ കഴിയും. ഇതിനെയാണ് വിദഗ്ധർ ഇൻക്രിമെന്റൽ എഫിഷ്യൻസി, ഇന്റൻസിറ്റിയെ കുറയ്ക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ എണ്ണ കുറച്ചുപയോഗിക്കുന്നു എന്നല്ല ഇതിനർത്ഥം, ഒരു തുള്ളിയിൽ നിന്ന് കൂടുതൽ ഊർജ്ജം നേടുന്നുവെന്നാണ്. എഫിഷ്യൻസി സമയത്തെ വലിച്ചു നീട്ടുന്നു. അത് 40 വർഷത്തെ എണ്ണ ഇനി ബാക്കിയുണ്ട് എന്നതിനെ ഒരുപക്ഷെ 60 എന്നാക്കി മാറ്റും, ഒരു പുതിയ ബാരൽ പോലും കണ്ടെത്താതെ. 2100 സിദ്ധാന്തക്കാരുടെ വേറൊരു വാദം കാലാവസ്ഥാ പ്രോട്ടോക്കോളുകളെക്കുറിച്ചാണ്. ഭൂമിയിൽ ധാരാളം എണ്ണ മണ്ണിലടിയിൽ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കുഴിച്ചെടുക്കാൻ അനുവാദം ലഭിച്ചെന്ന് വരില്ല. പാരീസ് ഉടമ്പടി പ്രകാരം ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ 2050ഓടെ നിലവിൽ ഡ്രഡ്ജ് ചെയ്യുന്ന റിഗുകളിലെ എണ്ണ കരുതൽ ശേഖരത്തിന്റെ 60% കത്തിക്കാതെ ഉപേക്ഷിക്കേണ്ടി വരും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എണ്ണ തീർന്നു പോകുന്നതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ എണ്ണ ഉപയോഗിക്കാനുള്ള അനുമതി തീർന്നു പോയെന്ന് വരാം. എങ്കിലും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ കാരണങ്ങളാൽ ഉൽപ്പാദനം ഒറ്റ രാത്രി കൊണ്ട് നിർത്താൻ സാധ്യതയില്ലെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. വികസിത രാജ്യങ്ങൾ ഇപ്പോഴും ഓയിൽ എക്കണോമിയെ പിന്തുണയ്ക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും താങ്ങാനാവുന്ന ഊർജ്ജത്തെ ആശ്രയിക്കുന്നു. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആഗോള താപന വിരുദ്ധർ അധികാരത്തിൽ വരുന്നു. അതുകൊണ്ട് കാലാവസ്ഥാപരമായ ആവശ്യകതയും സാമ്പത്തികപരമായ ഇനേർഷ്യയും തമ്മിലുള്ള പിരിമുറുക്കത്തിൽ വിപണി വിജയിച്ചാൽ ഭൂമിയിലെ എണ്ണ 75 വർഷം കൂടി ജീവിക്കും. ഇവരുടെ മറ്റൊരു വാദത്തിന് കൂട്ടുപിടിക്കുന്നത് സിന്തറ്റിക് ഇന്ധനങ്ങളെയാണ്. ക്രൂഡ് ഓയിലിന് പകരക്കാരൻ. അതൊരു സയൻസ് ഫിക്ഷൻ അല്ല. ഇതിനെയാണ് GTL, ഗ്യാസ് ടു ലിക്വിഡ്സ്, CTL, കോൾ ടു ലിക്വിഡ്സ് എന്നിങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നത്. പ്രകൃതിവാതകത്തെ അല്ലെങ്കിൽ കൽക്കരിയെ ഡീസൽ അല്ലെങ്കിൽ ജെറ്റ് ഇന്ധനം പോലുള്ള ദ്രാവക ഇന്ധനങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഖത്തർ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ രീതികൾ ഇതിനകം ഉപയോഗത്തിലുണ്ട്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ബാരലുകൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ ചെലവേറിയതും കാർബൺ ഫുട് പ്രിന്റ് കൂടുതലുള്ളതുമാണ്. പക്ഷേ പരമ്പരാഗത എണ്ണക്കിണറുകൾ ഇല്ലാതെ പോലും മനുഷ്യരാശിക്ക് ദ്രാവക ഇന്ധനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് അവ തെളിയിക്കുന്നു. കാറ്റലിറ്റിക് CO2, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയെല്ലാം ക്രൂഡ് ഓയിലിന് പകരക്കാരായി ഇവർ കാണുന്നു. അത് ചെലവേറിയതാണ്. എന്നാൽ 2100 വർഷക്കാർ ഓർമ്മിപ്പിക്കുന്നു, എല്ലാം വിപ്ലവകരമായ ഇന്ധനവും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. സൗരോർജ്ജം ഒരു കാലത്ത് ഏറ്റവും ചെലവേറിയ വൈദ്യുതി രൂപമായിരുന്നു. ഇപ്പോൾ അത് ഏറ്റവും വില കുറഞ്ഞതാണ്. അതുകൊണ്ട് ആർക്കറിയാം, ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ എണ്ണ തീർന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. മനുഷ്യവംശം ശാന്തമായും ലളിതമായും മുന്നോട്ടു പോകും. അവസാനത്തെ ബാരലിന്റെ മിഥ്യ, ദ മിത്ത് ഓഫ് ദ ലാസ്റ്റ് ബാരൽ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓരോ ദശാബ്ദത്തിലും എണ്ണ ഉടൻ ഇല്ലാതാകുമെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകും. 1970-കളിൽ 2000-ഓടെ എണ്ണ തീരുമെന്ന് ശാസ്ത്രജ്ഞർ പ്രവചിച്ചു. 2000-ൽ അനലിസ്റ്റുകൾ 2044 എന്ന് പറഞ്ഞു. ചില ഫോർകാസ്റ്റുകൾ അത് 2100 വരെ നീട്ടുന്നു. എന്നാൽ ഇതാണ് അതിലെ ട്വിസ്റ്റ്. അവസാനം അടുത്തെന്ന് നാം കരുതുന്ന ഓരോ സമയത്തും പുതിയ ടെക്നോളജി, പുതിയ ഡിസ്കവറി, പുതിയ എക്കണോമിക്സ് എന്നിവ ആ അന്ത്യവിധി നാളിനെ കൂടുതൽ അകലേക്ക് തള്ളിവിടുന്നു. സാവധാനത്തിലുള്ള ട്രാൻസിഷനുകൾ, പെട്ടെന്നുള്ള അവസാനങ്ങളല്ല. എണ്ണ കണ്ടെത്തിയതിനു ശേഷവും കൽക്കരി ചവറ്റുകുട്ടയിലാകാൻ 50 വർഷത്തിലധികം എടുത്തു. ലോകമെമ്പാടുമുള്ള മിക്ക സ്ഥലങ്ങളിലും വൈദ്യുതി എത്താൻ ഏകദേശം 80 വർഷമെടുത്തു. മനുഷ്യന്റെ എണ്ണയിൽ നിന്ന് ക്ലീൻ എനർജിയിലേക്കുള്ള ട്രാൻസിഷന് ചുരുങ്ങിയത് 40 വർഷമെങ്കിലും എടുക്കും. വളങ്ങൾ മുതൽ ഫാർമസ്യൂട്ടിക്കൽസ് വരെ എല്ലാത്തിനും എണ്ണ വേണം. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാൻ ഹ്യൂമൻ സിവിലൈസേഷന്റെ റീ എഞ്ചിനീയറിംഗ് തന്നെ വേണ്ടിവരും. അതുകൊണ്ടാണ് 2100-ലേക്ക് എണ്ണയുടെ ആയുസ് നീട്ടുന്ന എക്സ്പേർട്ടുകൾ ഇതിനെ സ്ലോ മോഷൻ എനർജി റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്തോ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്നുള്ള ഓൺ ഓഫ് സ്വിച്ച് അല്ല. എന്നാലും 2044 വാദക്കാരും 2100 വാദക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. എണ്ണയുടെ അവസാനത്തെ ബാരൽ ഒരുപക്ഷെ ഒരിക്കലും പമ്പ് ചെയ്യപ്പെടില്ല. കാരണം അതിനു മുമ്പ് തന്നെ എണ്ണ ഒരു ഓപ്ഷൻ അല്ലാതായി മാറിയേക്കാം. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എണ്ണ 2044 അവസാനിക്കുമെന്നോ? 2100 വരെ അതുണ്ടാകുമെന്നോ? അതോ എണ്ണ തീരും മുമ്പേ നമുക്കത് വേണ്ടാതാവുമെന്നോ? ഈ ആയുസിൽ അതും കാണാനുള്ള നിയോഗം നമുക്കുണ്ടാകുമോ? നമ്മുടെ മക്കൾ ഒരു സിവിലൈസേഷനെ നിലനിർത്തുകയും ചലിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത ഇന്ധനം കാണാൻ മ്യൂസിയങ്ങളിലേക്ക് പോകേണ്ടി വരുമോ? ഒന്നുറപ്പാണ്, ആ എണ്ണ ഇല്ലാതാവുന്ന ദിവസമാണ് ഇനി മനുഷ്യന്റെ നാഗരികത എന്നേക്കുമായി പുതുക്കിപ്പണിയുക. നല്ലതിനായാലും ചീത്തയ്ക്കായാലും.